Hello guys, Assalamualaikum. Welcome back to our YouTube channel. Our Dream Familyയുടെ പുതിയൊരു തകർപ്പൻ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മള് ഭയങ്കര ത്രില്ലാണ്. എവിടെ പോവാന്ന്? ബീച്ചിൽ അക്വേറിയം കാണാൻ വേണ്ടി പോവാണ്. എന്തിനാ കടനടിയിലെ അത്ഭുത കാഴ്ചകൾ. ഞങ്ങള് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുവാണ്. തലയിലൊക്കെ കണ്ടില്ല, ദീപന്ത കത്തിച്ചിട്ട് ഇരിക്കുവാണ്. ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുവാണ് ഇന്ന്. കാരണം നാളെ കഴിഞ്ഞാൽ മറ്റന്നാളെ സ്കൂൾ തുറക്കുവാണ്. അപ്പൊ അതൊരു വിഷമമുണ്ട് അല്ലേ? സ്കൂളിൽ പോണം. അതിപ്പോ വീഡിയോയിലാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നല്ല പറഞ്ഞത്. ഇന്നലത്തെ നമ്മളുടെ ഒരു ദിവസം പോയി. ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റില്ല, വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഇന്നാണ് എന്തെങ്കിലും ഉച്ചയ്ക്ക് ഒരു ഷോർട്സ് ഒക്കെ. ഇന്നലെ ഒരു എറണാകുളത്ത് ഇരിക്കുകയാണ് ഗൈസ്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. എന്റെ റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് 3 പേര് അല്ലേ. അപ്പോ ഞങ്ങള് ഇറങ്ങാൻ വേണ്ടി പോവാണ്. പറയുന്ന എന്തെങ്കിലും പറയുന്നുണ്ടോ? നമുക്ക് അവിടെ ചെന്നിട്ട് അവിടെയുള്ള കാഴ്ചകളെല്ലാം കാണാം. നമുക്ക് മത്സ്യനിയുണ്ട്, മത്സ്യനിയം കാണാം, റോബോട്ട് ഉണ്ട്, ഇഷ്ടം പോലെ സാധനമുണ്ട്. ഐസ് ഉണ്ട്. അച്ഛന് ഭയങ്കര ആഗ്രഹമാണ് കാശ്മീരിൽ പോയി മഞ്ഞ് കാണണമെന്നൊക്കെ. നമുക്ക് അവിടെ ഉണ്ട് ഇഷ്ടം പോലെ. ഇവിടുത്തെ മഞ്ഞ് കാണാം നമുക്ക് പോയി. അത് കാശ്മീർ. അപ്പൊ നമുക്ക് നേരെ പോകും. ഹേ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആലപ്പുഴയിലെ ഈ വർഷത്തെ മറൈൻ എക്സ്പോ. നമ്മളിപ്പോൾ ഇന്നലെ സൺഡേ വൈകിട്ട് ഫാമിലി ആയിട്ട് കാണാനായിട്ട് പോയി. അപ്പോൾ 2-3 ദിവസമായിട്ട് ഇത് കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഇരിക്കുവാണ്. ഇന്നലെയാണ് ഗൈസ് അത് നടന്നത്. അപ്പോൾ ഇക്കയും പിള്ളേരൊക്കെ കഴിഞ്ഞ വർഷം കണ്ടിട്ടുണ്ട്, അനി അതിന് മുന്നത്തെ വർഷം കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോയത്. അപ്പോൾ എനിക്ക് അതിൻ്റേതായ ഭയങ്കര ത്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ടിക്കറ്റ് എടുത്ത് കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നു. അവിടെ കുറേ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കേട്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ടാണ് നമ്മൾ എക്സ്പോ കാണാനായിട്ട് അകത്തേക്ക് കയറിയത്. അപ്പോൾ പുറമേ കാണുന്ന പോലെ അല്ല, അകത്ത് ഭയങ്കര മഞ്ഞായിരിക്കും. അങ്ങനെ മഞ്ഞുമല മഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിള്ളേരെ ഇങ്ങനെ ത്രില്ലടിപ്പിച്ചിട്ടാണ് അകത്തേക്ക് പോയത്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ എൻട്രി. ഇതിൽ കൂടി അകത്തോട്ട് കയറുക. അപ്പോൾ സൈഡിൽ ഇങ്ങനെ കുറേ ഫിഷിൻ്റെയും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടു വേണം നമ്മൾ അകത്തോട്ടേക്ക് കയറാനായിട്ട്. അവിടെ അങ്ങനെ നേരെ ഞങ്ങൾ ചെന്നപാടെ ഒരു ചെറിയൊരു ആൾക്കൂട്ടം. എന്താണെന്നറിയാനായിട്ട് നേരെ എന്ന് നോക്കിയപ്പം ഒരു റോബോട്ട്, ഒരു ഡോഗ് സ്റ്റൈലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിള്ളേരെയൊക്കെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യും സംഭവം. അതിങ്ങനെ കൈയൊക്കെ ഷെയ്ക്ക് ഹാൻഡൊക്കെ തരും. പിന്നെ ഇങ്ങനെ നേരെ നിൽക്കും, മറിഞ്ഞു വീഴും, പിന്നെയും നേരെ നിൽക്കും, പിന്നെയും മറിഞ്ഞു വീഴും. അപ്പം അച്ചുവിനും കയ്യാപ്പിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കയ്യാപ്പി എന്ന് അതിനിങ്ങനെ ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ നേരെ ഉള്ളിലോട്ട് പോയി. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു സ്റ്റില്ലായിട്ട് റോബോട്ട് ഇപ്പോൾ സാന്താക്ലോസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് വയ്ക്കുന്നത്. അച്ചു എൻ്റെ ഫ്രണ്ടിൽ ഒന്ന് കൈയൊക്കെ കാണിച്ചു നോക്കി, പക്ഷെ അതിന് വല്ല അനക്കമൊന്നുമില്ലായിരുന്നു. അന്നേരം അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് വേറെ റോബോട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മറ്റേ റെസ്റ്റോറൻറ്റ് ടൈപ്പ് ഒരു റോബോട്ടാന്ന് തോന്നുന്നു. മറ്റേ അതിനകത്ത് കുറേ തട്ട് കിട്ടുക, നമ്മൾ എല്ലാം റീൽസിലൊക്കെ കാണാം, അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം നിന്നു. അച്ചു എന്നിട്ട് പിന്നെയും പോയൊക്കെ തിരിച്ചു മറിച്ചൊക്കെ നോക്കി, പക്ഷെ എന്നിട്ട് വല്ല അനക്കൊന്നുമില്ലായിരുന്നു. ഐസിലോട്ട് കയറാൻ വേണ്ടി പോകണം. മഞ്ഞുമല ബോയ്സ് ആണ് ഇത്. ഇതിലോട്ട് കയറാൻ വേണ്ടി പോകണം. പുറത്തേക്ക് തന്നെ നല്ല നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അകത്തോട്ട് എൻട്രൻസ് ആവുകയാണ്. എൻട്രൻസ് തന്നെ ഫുള്ള് നല്ല ഗംഭീരം, നല്ല രസം. ഇഷ്ടം പോലെ മുകളിലൊക്കെ നിറച്ച് ഫ്ലവർ വെച്ച് നല്ല പൊളി, നല്ല വലിയൊരു കാണാൻ. ഇവിടെ ഫുള്ള് ഒരു മഞ്ഞ് പ്രദേശത്ത് അതാണ് ഫുള്ള് പെൻഗ്വിനൊക്കെ വെച്ചിട്ട് ചൂട് മതിയോ. ഇവിടെ ഫുള്ള് ഒരു മഞ്ഞ് ആ ഒരു പ്രദേശം അതിനെ സെറ്റ് ചെയ്തിട്ട് ഫുള്ള് ചെയ്തിരിക്കുന്നത്. അപ്പുറം ഇപ്പുറമൊക്കെ കുറെ വീടുകളും അതെല്ലാം സെറ്റ് ചെയ്ത്.
ഈ ഒരു ഏരിയ ഫുള്ള് ഈ പ്ലാസ്റ്റിക് ആണ്, പക്ഷെ കണ്ടാൽ നല്ല ഒറിജിനൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. പക്ഷെ അടിപൊളിയായിട്ട് അവർ ചെയ്തു. മണ്ണിന്റെ തറ എല്ലാ പൂവും സെറ്റ് ചെയ്ത് വെച്ചിങ്ങനെ നല്ല രസമാണ് കാണാൻ. നല്ല ഭംഗിച്ച പുള്ളി നല്ല രസമാണ് കാണാൻ. കാരണം നമുക്ക് ഒരിക്കലും പ്ലാസ്റ്റിക് എന്നൊരു തോന്നൽ വരത്തില്ല. അതേ കണക്ക് അവർ സെറ്റ് വെച്ച് അതിന്റെ ബാക്ക്ഗ്രൗണ്ടാണ് അതിന്റെ അപ്പുറം സൂപ്പറായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഐസ്ക്രീം കടകളുണ്ട്, പോപ്കോൺ ഉണ്ട്. ഇനി നമ്മൾ അപ്പുറത്തിന്റെ സൈഡിലോട്ട് കടന്നു. നമ്മുടെ തണുപ്പൊക്കെ പോയി എക്കോറിയം സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ഇവിടെ നിന്നാണ് അപ്പുറം സെറ്റ് ചെയ്ത്. ഇവിടെ തൊട്ടാണ് വലിയ മീനൊക്കെയുള്ള അക്വേറിയംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ അപ്പുറത്തുള്ള ആൾക്കാരെയും കാണാം. പക്ഷെ ഭയങ്കര ഭംഗിയാണ്. നമ്മൾ കാണാത്ത ഒത്തിരി ടൈപ്പ് മീനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ പ്ലേസ് ആയിരുന്നു ഗൈസ്. നമുക്ക് ഈ സൈഡിലെ വ്യൂ നോക്കി കഴിഞ്ഞാൽ അപ്പുറത്ത് പോകുന്നവരൊക്കെ നല്ല പൊളിയായിട്ട് കാണാൻ പറ്റും. ഓരോ പ്രാവശ്യം ഓരോ വെറൈറ്റി അക്വ സെറ്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ വീട്ടിൽ അക്വേറിയത്തിൽ ഉണ്ടായിരുന്ന ഒരു മീനായത് അല്ലേ? അല്ലേ, നമ്മുടെ വീട്ടിൽ ഇല്ലായിരുന്നത്. വലിയൊരു ഗുഹയുടെ അകത്തോട്ട് കയറാൻ പോവാ. ഇനിയാണ് മായാലോകത്തെ കാഴ്ചകൾ കാണാൻ പോവാ. രണ്ടെണ്ണം ഒളിച്ചിരിപ്പുണ്ട്. നമുക്ക് ഓരോ സൈഡിലും വ്യൂ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. നമുക്ക് മുകളിൽ നോക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡുകൾ വലിയ മീൻ പോകുന്നതാണ്, പിന്നെ അപ്പുറത്ത് നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡ്, അങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ. അത്രക്കും നല്ല ഭംഗിയായിട്ടാണ് ഓരോ മീനും. പിന്നെ ഓരോരോ മൂലക്കായിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നതിന് കുറേ കാണാം, നിരത്തി പിടിച്ചിങ്ങനെ മീൻ നിൽക്കുന്നത് കാണാം. ഓരോ സൈഡിലും ഓരോ മീനെ കാണുമ്പോഴത്തേക്ക് അച്ചിങ്ങനെ ഓരോന്നിനെ മീനിൻ്റെ പേര് നോക്കി നോക്കി പറയുന്നു. ഇക്കാർക്ക് പോലും അറിയത്തില്ല അത്രയും പേരൊന്നും. കാരണം എന്ന് വെച്ചാൽ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് മീനെന്ന് വെച്ചാൽ. അപ്പോൾ ഈ അച്ചു നമ്മൾ ഫോണിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഓരോ മീൻ വളർത്തുന്നതിൻ്റെ ഇതൊക്കെയാണ്. അപ്പോൾ വാപ്പി ഇതാണ്, വാപ്പി അലിഗേറ്റർ, ആരാപ്പായ്മ, അങ്ങനെ ഓരോന്നും ഇങ്ങനെ പേര് പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. അച്ചു അതേ കണക്ക് ഓരോ മീനിൻ്റെ പേരും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് ഗൈസ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മൾ അക്വേറിയൊക്കെ കണ്ടിങ്ങ് വരുമ്പം ഒരു വലിയൊരു ആൾക്കൂട്ടം കാണാം. അതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇത്. ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ. ഒരു ലേഡിയാണത്
ഇങ്ങനെ മത്സ്യകന്യയായിട്ട് നമ്മൾ എത്ര നേരം നമുക്ക് നോക്കിയിരുന്നാലും നമുക്കൊരു മടുപ്പ് തോന്നത്തില്ല. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും. ഞങ്ങൾ അത് കണ്ട് തന്നെ കുറേ നേരം അവിടെ അങ്ങനെ നിന്നു. ഭയങ്കര രസമെന്ന് വെച്ചാൽ ഭയങ്കര രസമായിരുന്നു കാണാൻ. ഇതേപോലെയുള്ള കുറേ പരിപാടി കൂടി ഉണ്ട്. ഡ്രസ്സുകൾ മാത്രമല്ല, ഇവിടെ ഇഷ്ടം പോലെ ഫർണിച്ചറുകളുടെ ഒരു ശേഖരം തന്നെയുണ്ട്. നമ്മുടെ മാറ്റുകള്, ചക്കര കരിപ്പെട്ടി, മേളയിൽ ഉണ്ടാവുന്ന എല്ലാ സാധനങ്ങളും എന്തുവാ മസാജർ, എല്ലാ വേദനയും മാറും. എല്ലാ വേദനകൾക്കുള്ള മരുന്നുണ്ട്. ഞങ്ങൾ എവിടെ പോലും മിസ്സാക്കുക ഒരു സാധനമാണല്ലോ. ഞങ്ങൾക്ക് 5 പേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അങ്ങനെ ഞങ്ങളത് 1 കിലോ അവിടുന്ന് വാങ്ങിച്ച് അത് അവിടുന്ന് ഒരു ചെറിയ പീസ് മുറിച്ച് ഞങ്ങൾ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി. അതിന് മുന്നേ ഫസ്റ്റൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി ശേഷം മേടിച്ചു. പിന്നെ ഒരു കുഞ്ഞു പീസ് എൻ്റെ മുകളിൽ എക്സ്ട്രാ, അപ്പോൾ അതും കൂടെ മേടിച്ച് ഞങ്ങൾ സാപ്പിട്ടു. അലുവെല്ലാം മേടിച്ച് പാക്ക് ചെയ്ത് പൈസ കൊടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് ഞെട്ടി കായ്സ്. 1 കിലോ 400. അത് എന്ത് സാധനമാണെന്ന് അറിയില്ല, പക്ഷേ 1 കിലോ 400 രൂപയുടെ ഞങ്ങൾ അലുവ വാങ്ങിച്ചെന്താണെങ്കിൽ. നമ്മൾ ഡ്രസ്സുണ്ട്, ബേക്കറി ഐറ്റംസ് ഉണ്ട്. അത് കൂടാതെ തന്നെ പണ്ടത്തെ രാജാപ്പാട്ട് കണക്കത്തെ ചെരുപ്പുകളുണ്ട് എൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ. അത്രയുടെ ഭയങ്കര സ്മെല്ലായതുണ്ട്. അത്രയുടെ അവിടെ നിന്ന് കൊണ്ട് നടന്നു വരുമ്പോഴത്തേക്കും. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് പിന്നെ കൊട്ടാവട്ടി സാധനങ്ങളൊക്കെ, നമ്മുടെ ഗ്യാസ് സിലിണ്ടർ വെക്കുന്ന സ്റ്റാൻഡ് ഉൾപ്പെടെ സകലവിധ സാധനം, നമുക്ക് ഒരു അത്യാവശ്യം വേണ്ട എല്ലാ സാധനവും നമുക്ക് ഈ മേളയിൽ തന്നെയുണ്ട്. നമ്മളെ ആകർഷിക്കാൻ പറ്റുന്ന പലതിൽ ചെറിയ ഹാൻഡ് ബാഗ് തൊട്ട് വലിയ ഹാൻഡ് ബാഗ്, ഒരു കളക്ഷൻ, പ്രത്യേക ഒരു വലിയ കളക്ഷൻ തന്നെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത്
പണ്ടത്തെ മിഠായികൾ ഒരു ശേഖരം തന്നെയാണ്. നമുക്ക് ഏതെടുക്കും കൺഫ്യൂഷൻ. കാരണം വെച്ചാൽ പണ്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങളുണ്ട്, ആ സകല മിഠായിയും നമുക്ക് ബഡ്ജറ്റ് പ്രൈസ്, നമുക്ക് പറ്റുന്ന വിലയിൽ എല്ലാ സാധനവും കിട്ടും. നമുക്ക് ബെഡ്ഷീറ്റ്, കൈത്തറി ബെഡ്ഷീറ്റ്, ന്യൂ മോഡൽ സെറ്റിക്ക, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റംസും ഉണ്ട്. ഹോം മെയ്ഡ് അച്ചാർ ഇഷ്ടംപോലെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ അവിടുന്ന് ഒരു മാങ്ങ, ഉണക്ക മാങ്ങ വെച്ചിട്ട് ഒരു അച്ചാർ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കി. വാങ്ങിയില്ല, ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു. എനിക്കത് ഫേവറേറ്റ് സാധനമാണ് കോൺ. അവിടുന്ന് ഞങ്ങളൊരു സ്വീറ്റ് കോണും ഓർഡർ ചെയ്ത്, ഒരു സ്പൈസി കോണും ഓർഡർ ചെയ്തു. അത് മേക്കിനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഉണ്ടായി കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് കയ്യാപ്പി വന്ന് കയ്യാപ്പി ബോംബെ മിഠായി വേണമെന്ന് പറഞ്ഞു. അതും അതേ അവിടെ തന്നെ ലൈവായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് തരുമായിരുന്നു. ആദ്യം ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് ചീറ്റിപ്പോയി. അപ്പോൾ അതേ കണക്ക് തന്നെ ആൾ അത് മാറ്റി വെച്ച് നമുക്ക് രണ്ടാമത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ റീൽസിലും അല്ലാതെ ടി വിയിലൊക്കെ ഉണ്ട്, പക്ഷെ ആദ്യമായിട്ടുണ്ട് ഈ സാധനം ഇങ്ങനെ ലൈവായിട്ട് ഉണ്ടാക്കി തന്നെ ഞങ്ങൾ കാണുന്നത്. അങ്ങനെ വലിയൊരെണ്ണമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്. അതെ, സംഭവം കൈ കിട്ടി. കയ്യാപ്പി ഹാപ്പിയായി. ഒട്ടും മാന്തിക്കത് ഞങ്ങൾ ആ കടയിൽ നേരെ കുറച്ചങ്ങോട്ട് മാറുന്നു. അവിടെ നിന്ന് കഴിച്ചു സ്പൈസി കഴിച്ചൊക്കെ എൻ്റെ പൊന്നെ വായിടാത്ത തീ കത്തുന്ന പോണക്കായിരുന്നു. പക്ഷേ സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് കുഴപ്പമില്ല, ഓക്കെയാണ്. ഇനി ഫുള്ളുള്ളത് ഫുഡിൻ്റെ സെക്ഷൻ. പല പല വെറൈറ്റി ബജ്ജികൾ, പാനിപ്പൂരി. ഫുഡിൻ്റെ സെക്ഷനിലോട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഫസ്റ്റാണ് അവിടെ നിന്ന് ഒരു ചേട്ടൻ മസാലയാണ് വട്ടത്തിൽ കറക്കി. അപ്പോൾ എന്താ സംഭവം എന്ന് അറിയത്തില്ല. ഞങ്ങൾ അതിൻ്റെ മുകളിൽ ബോർഡ് നോക്കി വന്നിട്ട് കുറേ നേരം അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്താണെന്ന് ചോദിച്ചപ്പോൾ പാവ് ബജിയാന്ന് പറഞ്ഞ്. അങ്ങനെ ഫസ്റ്റ് ടൈം ഞങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെയോ സാധനം ഇങ്ങനെ കലക്കിയൊക്കെ റെഡിയാക്കി തന്നെ. അതിനകത്ത് കുറച്ച് സവോള, അതിനകത്ത് എന്തൊക്കെ സ്പൈസസ് ഒക്കെ ഇട്ടുതന്ന് 2 ബണ്ണുണ്ട്. അതിൽ ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ട് അതിന് 4 മൂലക്കായിട്ട് ഓരോന്ന് വെച്ച്. അതാണ് സംഭവം. പാവ് ബജി ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കും. എന്തായാലും കൊള്ളാം, ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ആ ഉള്ളത് ഞങ്ങൾ 5 പേരും കൂടെ സൂപ്പർ റാഹത്തായിട്ട് കഴിച്ചു. പാവ് ബജി കഴിച്ചതിന് ശേഷം അടുത്ത ഐറ്റം കൊത്ത പൊറോട്ട. ഇത് മറ്റേ വെറൈറ്റി കൊത്ത പൊറോട്ട എന്ന് കണ്ടിട്ട് കണ്ടുപിടിച്ച വായിരിക്കത്തില്ല. എങ്ങനെയുണ്ട്?
ഓരോ ഫുഡ് കാണുമ്പോഴും ഞങ്ങൾ ഓരോന്നോരോന്നും പരീക്ഷിച്ച് പൊട്ടാറ്റോ റോള് വാങ്ങിച്ച് തന്നെ ലാസ്റ്റ് ഐറ്റം ഇതായിരുന്നു. ഞങ്ങൾ പാനിപ്പൂരി മേടിച്ച് കഴിച്ചാൽ അപ്പോൾ അതിൻ്റെ അതിനകത്ത് ഒഴിക്കേണ്ട ഒരു ലിക്വിഡുള്ള നമ്മൾ ഗ്ലാസ് വെച്ച് അതെല്ലാത്തിനും നിരത്തി പിടിച്ചൊഴിച്ച് ഞങ്ങൾ ഓരോരുത്തർ വെച്ച് ടേസ്റ്റ് ചെയ്ത് വെച്ച്. അതിനിടെ ഇതിന് കയ്യാപ്പി പിണങ്ങുന്നു. കയ്യാപ്പി പറഞ്ഞാൽ അതിനകത്ത് എരിവായിരിക്കും, എനിക്ക് വേണ്ട എരിവാണ്, എനിക്ക് പേടി. കുറേ നേരം കയ്യാപ്പിക്ക് കൊടുത്ത് കഴിച്ചില്ല. പിന്നെ അവസാനം ആയപ്പോഴത്തേക്കും കയ്യാപ്പി എനിക്കായും പറഞ്ഞാൽ മേടിച്ച് കഴിക്കുമോളെ പറഞ്ഞു. പിന്നെ കയ്യാപ്പി മേടിച്ചത് കഴിച്ച്. ഫുഡ് കോർട്ട് സൂപ്പർ. വെറൈറ്റി ഫുഡാണ്. പാനിപ്പൂരിയുടെ എല്ലാ ഐറ്റംസ്, പൊട്ടാറ്റോ മറ്റേ ചിപ്സ് റോള് അത്, പാവ് ബജി, കപ്പ ബിരിയാണി, കപ്പ മീൻകറി, കപ്പ ബിരിയാണി, ബീഫ് റോസ്റ്റ്, നെയ്പത്തിരി, ചിക്കൻ ദോശ, അങ്ങനെ കുറേ ഫുഡ് ഐറ്റംസ്. വെറൈറ്റി ഒരുപാടുണ്ടായിരുന്നു. അതെല്ലാം അതെല്ലാം കവർ ചെയ്തു. ഇത്രയും നേരം കഴിച്ചതിൻ്റെ ലാസ്റ്റ് നമ്മൾ മറ്റേന്തോ പാനിപ്പൂരി കഴിച്ചപ്പോൾ അതിൻ്റെ ലാസ്റ്റ് അവിടെ വെച്ചപ്പോഴത്തേക്ക് നല്ല ഇച്ചിരി വരുന്നു. അപ്പം അത് മാറ്റാനായിട്ട് ഞങ്ങൾ അവിടെ പോയൊരു സോഡ, പുലിക്ക് സോഡ, അങ്ങനെന്തോ എന്തൊരു സാധനം അത് കുടിച്ച്. നമ്മൾ ഈ സ്റ്റാളിലെ ഉള്ളതൊക്കെ തന്നെ അതേണൊക്കെ തന്നെ ഇവിടെയും കുറേ അപ്പുറത്തുള്ളതൊക്കെ ഇവിടെ ആൻമ, പക്ഷെ അത്രയും വലുതല്ലെങ്കിലും ഒരു ചെറിയൊരു ഡൈവ്. ഇവിടെ കുറച്ച് റൈഡ് കാര്യങ്ങളൊക്കെ, പക്ഷെ അതൊന്നും സെറ്റ് ചെയ്തില്ല. എല്ലാം ഇങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്താക്കുന്നേ ഉള്ളൂ. ഒരു ഭാഗ്യ പരീക്ഷണത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. 7 റിങ് ഉണ്ട്, 50 രൂപ. അത് നമുക്ക് എന്ത് സാധനം കിട്ടുന്നോ അത് നമുക്ക് കിട്ടും. ഭാഗ്യം തുടച്ചില്ല മക്കളെ. എല്ലാത്തിനും പപ്പാതി വെച്ച് പോയി. അച്ഛനുണ്ടോ? അപ്പൊ അച്ഛൻ പൊക്കി വെച്ച് എടുത്തു നോക്കി, പക്ഷെ അവിടെ നടന്നില്ല. അത് ഭാഗ്യം നമുക്ക് തുടച്ചില്ല. ഇവിടം കൊണ്ട് അക്വേറിയത്തിന് ആ ഒരു സെക്ഷൻ ഫുള്ള് കഴിഞ്ഞ്. അക്വേറിയം അതിന് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടില്ല, അതിന് മുന്നത്തെ പ്രാവശ്യം ഇത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അത്രയും അതിന് 4-1 ഉള്ളു കാര്യങ്ങൾ. അങ്ങനെ കുറച്ച് കണ്ട്. പിന്നെ കൂടുതലും ഫുഡ് സ്റ്റാളും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഫുഡ് സ്റ്റാൾ ഇഷ്ടമല്ല, ഗംഭീരം. പല പല വെറൈറ്റി ഫുഡും അത് ഇതെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനത്തെ ഇതിന്റെ അറ്റത്തോടു കൂടി ഈ അവസാനിക്കുകയാണ്. വരാത്തവരാണെങ്കിൽ നിങ്ങൾ വേഗം ഉറപ്പായിട്ടും കാണാം. മീനിന്റെ വലിയ അക്വേറിയം കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് വന്നുള്ളൂ. എല്ലാം ഫ്രഷ് ആയിട്ട്. മറ്റേ കൊത്തോറി മാത്രം അക്വേറിയം ഞാൻ അധികം ഇല്ല കാണാൻ, കുറച്ചൊക്കെ ഉള്ളു കാണാൻ. ബാക്കിയുള്ള സംഭവങ്ങളാണ് കൂടുതൽ. നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അത് തന്നെ, ഇഷ്ടം പോലെ പല പല വെറൈറ്റി എല്ലാ സാധനങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ ഈ ലാസ്റ്റ് കൊണ്ട് അക്വേറിയത്തിന്റെ സാധനം കംപ്ലീറ്റ് തീർന്നിരിക്കുകയാണ്. എക്സ്പോണ്ട് തിരിച്ചിറങ്ങിയപ്പോൾ അതിൻ്റെ വാതിക്ക് ഒരാൾ ഇന്നുണ്ട് ബെൽറ്റ് ഒക്കെ വിൽക്കുന്നത്. അപ്പോൾ ആ ബെൽറ്റിൻ്റെ നടുക്കൊരു വട്ടത്തിൽ കറങ്ങുന്ന സാധനമുണ്ട്. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് വാങ്ങിച്ചു. അപ്പോൾ അയാൾ എനിക്കത് എന്തൊക്കെയൊക്കെ ചോദിക്കുക, തിരിച്ച് അങ്ങോട്ട് ഹിന്ദിയിലൊക്കെ എന്തൊക്കെയോ തിരിച്ച് മറുപടിയൊക്കെ പറഞ്ഞ് അത് മേടിച്ചുകൊണ്ട് വാപ്പയും മക്കളും ഫ്രണ്ടേ പോയി. ഞങ്ങളതിൻ്റെ തൊട്ട് പുറകെ നിന്ന് ഭയങ്കര ആളായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ വെച്ചു. പക്ഷേ ഭയങ്കര പാട്ടും ബഹളമൊക്കെ. പിന്നെ അവിടെ ഞങ്ങൾ ഇരുന്നില്ല. പിന്നെ രാത്രി കടൽപ്പാലത്തിൻ്റെ വ്യൂ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരാളിവിടെ ഇരുന്നിരുന്ന് മടുത്ത് നടപ്പായി ഗൈസ്. കാണിച്ചു ഇത്രയും നേരം കടലിൽ അടുത്തത് കടൽ കാണുമായിരുന്നു. അത് ഇപ്പം പയ്യെ നടന്ന് ഇവിടം വരെ എത്തി. എന്നിട്ട് മൊത്തം ഇങ്ങനെ കാഴ്ച വെക്കണം. നമ്മൾ ഈ അക്വേറിയത്തിൻ്റെ അത് നമുക്ക് കാണണം. കാരണം വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വർഷത്തിലൊക്കെ ഒരു പ്രാവശ്യം എല്ലാ ജില്ലയിലും പലതും പല സമയത്തായിരിക്കും.
നമ്മുടെ ഇവിടെ എല്ലാ വർഷവും എനിക്ക് പറയുന്നത് കഴിഞ്ഞ വർഷത്തെക്കാട്ടും വളരെ കുറവാണ് അല്ലേ? വളരെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കാലം ഫ്രാക്ചർ വന്നില്ല. അതിന് മുമ്പത്തെ പ്രാവശ്യം ഭയങ്കര വലിയൊരു സാധനമായിരുന്നു. ഇങ്ങനെ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ മുകളിൽ ഇങ്ങനെ ഒരു മുകളിൽ കാണുന്ന രീതിയാക്കി വെച്ചു. ബാക്കിയെല്ലാം ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോരോ സാധനങ്ങളാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു നിമിഷം നമ്മൾ പാഴാക്കരുത്. ഈ ദിവസങ്ങൾ നമുക്ക് ഒരിക്കലും നമുക്ക് തിരിച്ചു വരത്തില്ല. പിന്നെ ഇപ്പൊ 2 ദിവസം കൂടി കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് 2 ദിവസത്തെ ബീച്ച് ഫസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു ബീച്ച് ഇപ്പൊ ന്യൂ ഇയർ കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ദിവസം കൂടെ കാണുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കിട്ടും. പിന്നെ പണ്ടത്തെ കണക്കിന് ശൂന്യം മാത്രമായിരിക്കും. നമ്മുടെ ലൈഫിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ മൊമെന്റും വളരെ ആസ്വദിച്ചിന് മുന്നോട്ട് പോകും അല്ലേ? യെസ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഗൈസ്. എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് 10-11 മണിയൊക്കെ ആവാറേ. ഇവിടുത്തെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും കാണാത്തവരാണെങ്കിൽ പെട്ടെന്ന് വന്ന് കണ്ടോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ഇതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.